നമസ്കാരം. ഇന്നലെ രാത്രിയോടുകൂടിയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയുമായി വ്യാപാര കരാറിൽ ഒപ്പുവയ്ക്കാൻ തീരുമാനമായി. എല്ലാ കാര്യങ്ങളിലും ധാരണയായി. ഏറെ വൈകാതെ ഒപ്പുവയ്ക്കും. ഇന്ത്യക്ക് മേൽ ചുമത്തിയിരിക്കുന്ന പിഴ തീരുവ പൂർണ്ണമായും നീക്കം ചെയ്യുന്നു എന്ന് പ്രഖ്യാപിച്ചത്. മോദി വ്യാപാര കരാറിനെക്കുറിച്ച് ഒന്നും പറയാതെ തന്നെ ട്രംപിന് നന്ദി പറഞ്ഞുകൊണ്ട് ട്വീറ്റ് ചെയ്തു. ഇന്നലെ അദ്ദേഹത്തിൻ്റെ ട്രൂത്ത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ പറഞ്ഞത് ഇന്ത്യയുടെ തീരുവ 18% കുറച്ചിരിക്കുന്നു എന്നതാണ്. നമുക്ക് ഇക്കാര്യത്തിൽ വളരെ വ്യക്തതയുണ്ട്. ഏപ്രിൽ മാസം മുതൽ ലോകത്തെ എല്ലാ രാജ്യങ്ങൾക്കും, സൗഹൃദ രാജ്യങ്ങളടക്കം എല്ലാ രാജ്യങ്ങൾക്കും ഒരു ബേസ് റേറ്റ് പ്രഖ്യാപിച്ചു. അത് മിക്കതും 25%. ഇന്ത്യക്ക് 26%. ഓഗസ്റ്റിൽ അത് 25% നിജപ്പെടുത്തി. എല്ലാ രാജ്യങ്ങളുമായി വ്യാപാര ചർച്ചകൾ നടത്തി അവരുമായൊരു ധാരണയിലെത്തി. അവർക്കെല്ലാം ബേസ് റേറ്റ് നിശ്ചയിച്ചിരുന്നു. അതുകൊണ്ട് ബേസ് റേറ്റിൽ ആർക്കും ഇളവില്ല. ഏറ്റവും കുറവ് അനുവദിച്ചിരിക്കുന്ന രാജ്യങ്ങളിലൊന്ന് ബ്രിട്ടനാണ്. ബ്രിട്ടന് പോലും 10% ബേസ് റേറ്റ്. യൂറോപ്യൻ യൂണിയന് 15%. അത് തന്നെയാണ് ജപ്പാനും. ഈ ജപ്പാനും യൂറോപ്യൻ യൂണിയനും ബ്രിട്ടനും ഉള്ളതാണ് ഏറ്റവും കുറഞ്ഞ ബേസ് റേറ്റ്. പിന്നെ 19% മുതൽ മുകളിലോട്ടാണ് ബാക്കി എല്ലാ രാജ്യങ്ങളുടെയും നിരക്ക്. അമേരിക്കയുടെ സഹോദര രാജ്യത്തെ പോലെ പ്രവർത്തിക്കുന്ന ദീർഘകാലമായി ബന്ധമുള്ള കാനഡയ്ക്ക് 35%. അങ്ങനെ എല്ലാ രാജ്യങ്ങൾക്കും പകരച്ചുങ്കം ഏർപ്പെടുത്തിയ കൂടെ ഏറ്റവും കൂടുതൽ ശിക്ഷിക്കപ്പെട്ട രാജ്യം ഇന്ത്യയായിരുന്നു. ഇന്ത്യക്ക് 25% ബേസ് റേറ്റ് ഏർപ്പെടുത്തിയതിനൊപ്പം റഷ്യയുമായി വ്യാപാര ബന്ധമുള്ളതുകൊണ്ട് ഒരു 25% കൂടി ഏർപ്പെടുത്തി അധികമായി. അങ്ങനെ ഇന്ത്യൻ സാധനങ്ങൾ അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യണമെങ്കിൽ അവിടുന്ന് വാങ്ങുന്നവർ 50% നികുതി അടയ്ക്കേണ്ട സാഹചര്യമുണ്ടായി. പിന്നീട് ട്രംപ് ഞെട്ടിക്കുന്ന മറ്റൊരു പ്രഖ്യാപനം നടത്തി. ഏതെങ്കിലും ഒരു രാജ്യം ഇറാനുമായി വ്യാപാര ബന്ധത്തിൽ ഏർപ്പെടുന്നെങ്കിൽ 25% കൂടി അധികം നികുതി അടയ്ക്കേണ്ടി വരുമെന്ന്. ഇന്ത്യയും ഇറാനും തമ്മിൽ വ്യാപാര ബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ അത് നടപ്പിലാക്കിയാൽ ഇന്ത്യ അമേരിക്കയിലേക്ക് കയറ്റി അയക്കേണ്ട ഉൽപ്പന്നങ്ങൾക്ക് കൊടുക്കേണ്ടത് 75% നികുതിയാണ്. സ്വാഭാവികമായും ഇന്ത്യ അതൃപ്തരായി, അസംതൃപ്തരായി. എന്നാൽ ഒരിക്കൽ പോലും മോദി ട്രംപിനെയോ അമേരിക്കയോ വെല്ലുവിളിക്കാൻ ഇറങ്ങിയില്ല. പകരം അമേരിക്ക ഞങ്ങൾക്കിട്ട് പണിതാൽ തിരിച്ച് ഞങ്ങളും പണിയും എന്ന നിശബ്ദമായ ഒരു വിപ്ലവ ലൈനായിരുന്നു മോദി എടുത്തത്. അതുകൊണ്ട് ബദ്ധശത്രുക്കളായ ചൈനയോട് പോലും ഇന്ത്യ ചർച്ചയ്ക്ക് ശ്രമിച്ചു. ഇന്ത്യയും ചൈനയും ഒരുമിച്ച് നിൽക്കാൻ തീരുമാനിച്ചു. ഇന്ത്യ, ചൈന, റഷ്യ അച്ചുതണ്ട് രൂപപ്പെട്ടു. റഷ്യയുമായി പോയി വ്യാപാര കരാറും വ്യാപാര ബന്ധത്തിലും ഏർപ്പെടുന്നു. റഷ്യയിൽ നിന്നുള്ള എണ്ണ വാങ്ങൽ കൂട്ടുന്നു. അതേസമയം UAE അടക്കമുള്ള രാജ്യങ്ങളോട് സഹകരണം വർദ്ധിപ്പിക്കുന്നു. അങ്ങനെ ട്രംപിനെ വെല്ലുവിളിക്കാതെ, അമേരിക്കയോട് പരസ്യമായി പിണങ്ങാതെ, അമേരിക്ക ഇല്ലെങ്കിലും ഞങ്ങൾക്ക് വഴികളുണ്ട് എന്ന ഒരു കൃത്യമായ നിലപാടുമായി മോദിയും ഇന്ത്യയും മുമ്പോട്ട് പോകുന്നു. ട്രംപിനെ നിരാശപ്പെടുത്തിയതും ഞെട്ടിച്ചതും യൂറോപ്യൻ യൂണിയനുമായി ഈ സംഭവ വികാസങ്ങൾക്ക് ശേഷം ഇന്ത്യ ഏർപ്പെട്ട കരാറാണ്. യൂറോപ്യൻ യൂണിയനിലെ 27 രാജ്യങ്ങളും അമേരിക്കയുടെ സഖ്യകക്ഷികളാണ്. മിക്കവരും തന്നെ നാറ്റോ രാജ്യങ്ങളാണ് എന്നോർക്കണം. അവരുമായി ട്രംപ് ഉടക്കി നിൽക്കുകയാണ്. പല വിഷയങ്ങളിൽ, പ്രത്യേകിച്ച് ഡെൻമാർക്കിന്റെ ഭാഗമായിരിക്കുന്ന ഗ്രീൻലാൻഡ് പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നതിന്റെ പേരിൽ അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും തമ്മിൽ ഭിന്നതയിലായിരിക്കുകയാണ്. ആ ഭിന്നതയ്ക്കിടയിൽ ഇന്ത്യയും യൂറോപ്യൻ രാജ്യങ്ങളും തമ്മിൽ ഒരു വ്യാപാര കരാറിൽ ഏർപ്പെടുകയും മദർ ഓഫ് ഓൾ ട്രേഡ് ഡീൽ എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്ത സാഹചര്യമുണ്ടായി. യൂറോപ്യൻ കമ്മീഷണർ ഡൽഹിയിലെത്തിയാണ് കരാർ ഒപ്പിട്ടത്. ഇതനുസരിച്ച് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിലേക്ക് ഇന്ത്യയിൽ നിന്നും കയറ്റി അയക്കുന്ന ഒട്ടുമിക്ക സാധനങ്ങൾക്കും നികുതിയേയില്ല. അവിടുന്ന് ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾക്ക് നികുതി പടിപടിയായി ഇല്ലാതാക്കും. അങ്ങനെ ചരിത്രപരമായ ഒരു നേട്ടത്തിലൂടെ അമേരിക്കയിൽ നഷ്ടപ്പെട്ട വ്യാപാരം യൂറോപ്യൻ രാജ്യങ്ങളിൽ വീണ്ടെടുക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞു. ഇതിനു മുൻപ് തന്നെ ബ്രിട്ടനുമായി വ്യാപാര കരാറിൽ ഏർപ്പെട്ടിരുന്നു. ഇത് ട്രംപിനെ ആശങ്കപ്പെടുത്തി എന്ന് പറയുന്നതായിരിക്കും ഉചിതം. അമേരിക്കയുടെ ചെങ്ങാതിമാരായ യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയുമായി തരക്കേടില്ലാത്ത ബന്ധമുള്ള ഇന്ത്യയും തമ്മിൽ വ്യാപാര കരാറിൽ ഏർപ്പെടുന്നത് മാത്രമല്ല, യൂറോപ്യൻ രാജ്യങ്ങൾ ചൈനയുമായി സഖ്യത്തിന് പോകുന്നത്. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാർമർ ചൈനയിലായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ. അങ്ങനെ ചൈനയും ഇന്ത്യയും തമ്മിലുള്ള അകലം മാറുന്നതൊക്കെ അമേരിക്കയ്ക്ക് ക്ഷീണം ചെയ്യുമെന്ന് ട്രംപിന് മനസ്സിലായി. അങ്ങനെയാണ് വിട്ടുവീഴ്ചയ്ക്കൊരുങ്ങിയത്. അങ്ങനെയാണ് ഇതുവരെ നീണ്ടുപോയ വ്യാപാര കരാറിൽ ഒരു ധാരണയായത്. എന്തായാലും ഇതിന്റെ ഭാഗമായി ട്രംപ് പൊടുന്നനെ ഇന്ത്യക്കെതിരെയുള്ള പിഴച്ചുങ്കം പിൻവലിച്ചു. ശ്രദ്ധിക്കണം, ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര കരാർ നിലവിൽ വന്നിട്ടില്ല. അത് ഇതുവരെ ഒപ്പുവെച്ചിട്ടില്ല. പരസ്പരം ടെലിഫോണിൽ സംസാരിച്ച് മോദിയും ട്രംപും തമ്മിൽ
ഒരു ധാരണയിൽ എത്തി എന്ന് ട്രംപ് അവകാശപ്പെട്ടു. മോദി പറഞ്ഞിട്ടില്ല. മോദി ആകപ്പാടെ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയുടെ മേലുള്ള പിഴച്ചുങ്കം നീക്കിയ ട്രംപിന് നന്ദി എന്നാണ്. ഓർക്കണം, ഈ പിഴച്ചുങ്കം 18% എന്ന് പറയുമ്പോൾ അത് വലിയ നേട്ടമാണ്. കാരണം ഇന്ത്യയെ തേച്ച് ട്രംപ് പാകിസ്ഥാനുമായി സഖ്യത്തിൽ ഏർപ്പെട്ടിരുന്നു. ട്രംപിന്റെ കുടുംബത്തിന് ക്രിപ്റ്റോ കറൻസി കച്ചവടമുണ്ട്. ഈ ക്രിപ്റ്റോ കറൻസി കച്ചവടത്തിന് പാകിസ്ഥാൻ കൂട്ടുനിന്നതുകൊണ്ടാണ് ട്രംപ് പാകിസ്ഥാനുമായി അടുപ്പം കൂടിയത്. ആ പാകിസ്ഥാന്റെ സൈനിക മേധാവിയൊക്കെ വിളിച്ച് സൽക്കരിച്ച് ട്രംപ് തന്റെ പോക്കറ്റ് വീർപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഇന്ത്യക്കൊരു തിരിച്ചടിയായി മാറുന്ന സാഹചര്യമുണ്ടായി. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ഇന്ത്യയിൽ നിന്ന് സാധനങ്ങൾ അമേരിക്കയിലേക്ക് കയറ്റി അയക്കുന്നത് നഷ്ടമായി മാറിയിരുന്നു. നമ്മൾ പല മേഖലകളിൽ നമുക്ക് മത്സരങ്ങളുണ്ട്. അതിൽ അമേരിക്കയ്ക്ക് നിർബന്ധമായ മേഖലകളിൽ അന്നും ഇന്നും ചുങ്കമില്ല. ഉദാഹരണത്തിന് ഫാർമ. ഇതൊക്കെ പറയുമ്പോഴും ഫാർമയിൽ ഒരു നികുതിയും ഏർപ്പെടുത്തിയിട്ടില്ല. ഇന്ത്യൻ മരുന്നുകൾ അമേരിക്കയിലേക്ക് ചെല്ലുമ്പോൾ ഒരു നികുതിയുമില്ല. അതുപോലെ എയർക്രാഫ്റ്റുമായി ബന്ധപ്പെട്ട ചില ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ ചില എസൻഷ്യൽ ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾ, ഇവയൊന്നും അമേരിക്കയിലേക്ക് കയറ്റി അയക്കാൻ അന്നും ഇന്നും നികുതിയില്ല. അതുപോലെ തന്നെ അവർ സംരക്ഷിത കച്ചവടമായി കരുതുന്ന ചില മേഖലകളിൽ ഇപ്പോഴും 50% നികുതിയുണ്ട്. അന്നും മാറ്റമില്ല, ഇന്നും മാറ്റമില്ല. ഉദാഹരണത്തിന് സ്റ്റീല്, കോപ്പർ, അലുമിനിയം ഇവയ്ക്കൊക്കെ 50% നികുതി ഇപ്പോഴും ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അവിടെയുണ്ട്. ഇത് ഈ വ്യാപാര യുദ്ധം തുടങ്ങുന്നതിന് മുമ്പത്തെ സാഹചര്യമാണ്. അത് നിലനിൽക്കുകയാണ്. അതൊക്കെ അങ്ങനെ നിലനിൽക്കുമ്പോൾ തന്നെ ഇപ്പോൾ ഇന്ത്യക്ക് 18% നികുതി കുറയ്ക്കുമ്പോൾ ഇന്ത്യക്കുണ്ടാവുന്ന നേട്ടം ചില്ലറയല്ല. നമ്മൾ കരുതുന്നതിന് അപ്പുറത്തേക്കുള്ള നേട്ടമാണ്. ഇപ്പൊ ചൈനയാണ് അമേരിക്കയുടെ ഏറ്റവും വലിയ വിപണി. ഇറക്കുമതി സാധനം എത്തിക്കുന്ന രാജ്യം ചൈനയാണ്. അമേരിക്കയുടേത് മാത്രമല്ല, ലോകത്ത് എല്ലായിടത്തേക്കും ഏറ്റവും കൂടുതൽ സാധനങ്ങൾ എത്തുന്ന ചൈനയാണ്. ഇന്ത്യയിലെ കാര്യം ഓർക്കും, ഒരുമാതിരിപ്പെട്ട എല്ലാ മേഖലയിലും ഇന്ത്യയിലേക്ക് ഉൽപ്പന്നങ്ങൾ ഏറ്റവും കൂടുതൽ എത്തുന്നത് ചൈനയാണ്. ചൈനയെ ആശ്രയിച്ച് തന്നെയാണ് ലോകം പോകുന്നത്. എത്ര നിഷേധക്കുറിപ്പ് നമ്മൾ ഇറക്കിയാലും ചൈനയുടെ നികുതി 35%, പാകിസ്ഥാന്റേത് 19%, ബംഗ്ലാദേശിന്റേത് 20%, വിയറ്റ്നാമിന്റേത് 20%. ഈ വിയറ്റ്നാമും ബംഗ്ലാദേശും പാകിസ്ഥാനും എടുത്തു പറയുന്നത് പ്രസക്തമായ കാര്യമാണ്. ഇന്ത്യൻ വിപണി ശോഷിക്കുമ്പോൾ അല്ലെങ്കിൽ ഇന്ത്യയുടെ നികുതി കൂടുമ്പോൾ അമേരിക്കൻ കമ്പനികൾ ആശ്രയിക്കുന്ന ബദൽ സമ്പദ് വ്യവസ്ഥ ബംഗ്ലാദേശും വിയറ്റ്നാമും അടക്കമുള്ള രാജ്യങ്ങളാണ്. ബംഗ്ലാദേശിലും വിയറ്റ്നാമിലും ഒക്കെയാണ് ഇന്ത്യയുടേതുപോലെ ഗാർമെന്റ്സ് കയറ്റി അയക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ ഏറ്റവും വലിയ കയറ്റുമതി ഉൽപ്പന്നം ഒന്ന് ഗാർമെന്റ്സും 2 സമുദ്രോൽപ്പന്നങ്ങളുമാണ്. ഈ ഗാർമെന്റ്സ് ഏറ്റവും കൂടുതൽ ഇന്ത്യക്ക് ബദലായി കയറ്റി അയക്കുന്നത് ബംഗ്ലാദേശും വിയറ്റ്നാമും പാകിസ്ഥാനും ഒക്കെയാണ്. ആ രാജ്യങ്ങളിലെ നികുതി ഇപ്പോൾ ഇന്ത്യയേക്കാൾ കൂടുതലാണ്. ഇന്ത്യക്ക് 18, പാകിസ്ഥാന് 19, വിയറ്റ്നാമിനും ബംഗ്ലാദേശിനും 20. അതായത് അവിടെ നിന്ന് സാധനങ്ങൾ കയറ്റി അയക്കുന്നതിലും ലാഭം ഇന്ത്യയിൽ നിന്ന് കയറ്റി അയക്കുന്നതാവും. ഇന്ത്യയുടെ സാധനങ്ങൾക്കാണ് കൂടുതൽ ഗുണനിലവാരമുള്ളത്. ഇന്ത്യൻ വിപണിയാണ് കൂടുതൽ വിശ്വസിക്കാൻ പറ്റുന്നത്. ഇന്ത്യയിലെ ലോജിസ്റ്റിക്കാണ് കൂടുതൽ സത്യസന്ധവും വിശ്വസനീയവും ഉറപ്പുള്ളതും. അതുകൊണ്ട് ബംഗ്ലാദേശിനേക്കാളും പാകിസ്ഥാനേക്കാളും ഇന്ത്യയുമായി വ്യാപാരത്തിൽ ഏർപ്പെടാനാണ് അമേരിക്കൻ വ്യാപാരികൾക്ക് താല്പര്യം. എന്നാൽ പലപ്പോഴും നികുതിയുടെ വ്യത്യാസം മൂലം ഇന്ത്യ അവർക്ക് ഉപേക്ഷിക്കേണ്ടി വന്നിരുന്നു. കാരണം ഇന്ത്യക്ക് 50% അതാണ് ഇപ്പോൾ 18% കുറഞ്ഞത്. ഇതുണ്ടാക്കുന്ന നേട്ടം ചില്ലറയാവില്ല. ഇന്ത്യയുടെ ബദൽ വഴികളായി വളർന്നു വന്ന വിയറ്റ്നാമിലെയും പാകിസ്ഥാനിലെയും ബംഗ്ലാദേശിലെയും ഒക്കെ ഉൽപ്പാദനം ഇന്ത്യയിലേക്ക് തിരിച്ചു വരും. ഉദാഹരണത്തിന് നമ്മുടെ കിറ്റക്സിന്റെ കാര്യം എടുക്കുക. കിറ്റക്സ് കേരളത്തിൽ നിന്ന് തെലങ്കാനയിലേക്ക് ഏതാണ്ട് 3 കിലോമീറ്റർ നീളത്തിലാണ് അവർ പുതിയ ഫാക്ടറി തുടങ്ങിയത്. ആ ഫാക്ടറി പ്രതിസന്ധിയിലായിരുന്നു. ഇന്ത്യയിൽ കിറ്റക്സ് ഉൽപ്പാദിപ്പിച്ചിരുന്ന ഉൽപ്പന്നങ്ങൾ അമേരിക്കയിലേക്ക് കയറ്റി അയക്കാൻ കഴിയാതെ വന്നു. അത് കെട്ടിക്കിടക്കുകയായിരുന്നു. കിറ്റക്സിന്റെ ഷെയറിൽ വലിയ വീഴ്ച പറ്റി. ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, നേരത്തെ മുതൽ കരാറുള്ളത് കൊണ്ട് കമ്പനികൾ സാധനങ്ങൾ വാങ്ങുമെങ്കിലും അവർക്കുണ്ടായിരുന്ന വിഷയം പ്രൈസ് ഫിക്സ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം ഇവിടുന്ന് പ്രൈസ് ടാഗ് ചെയ്താണ് വിടുന്നത്. ആ പ്രശ്നം തീർന്നു. 18% ആയതോടുകൂടി ഇപ്പോൾ കിറ്റക്സ് ഉണ്ടാക്കിയിരിക്കുന്ന കോടിക്കണക്കിന് യൂണിറ്റുകൾ അങ്ങോട്ട് കയറ്റിവിടും. അതായത് കിറ്റക്സിന്റെ ഷെയർ ഞൊടിയിടയിൽ ഉയർന്നു പൊങ്ങുമെന്ന് തീർച്ച. വളരെ കൃത്യമായി ഇന്ന് നമുക്കറിയാം, ഇന്ന് ഓഹരി വിപണി ആരംഭിക്കുമ്പോൾ, ഇന്നലെ ഈ വാർത്ത പുറത്തു വരുമ്പോൾ ഓഹരി വിപണി അടഞ്ഞിരിക്കുകയാണ്. ഇന്ന് രാവിലെ ഓഹരി തുടങ്ങുമ്പോൾ സംഭവിക്കാൻ പോകുന്ന സെൻസസിലൊക്കെ വലിയ കുതിപ്പുണ്ടാവും, വലിയ മാറ്റം ഓഹരിയിലുണ്ടാവും. മാത്രമല്ല, ഇന്ത്യ ആശങ്കപ്പെടുന്നു, മോദി ആശങ്കപ്പെടുന്നുണ്ടായിരുന്നു രൂപയുടെ മൂല്യശോഷണം. ഒരുപാട് വിദേശ നിക്ഷേപങ്ങൾ ഇന്ത്യയിലേക്ക് വന്നപ്പോഴും രൂപയുടെ മൂല്യം കുറഞ്ഞുകൊണ്ടേയിരുന്നു. ഇപ്പോൾ 90-93 രൂപയൊക്കെയാണ് ഒരു ഡോളറിന്റെ വില. അത് വലിയ ക്ഷീണമാണ്. ഇന്ത്യയുടെ പ്രതീക്ഷയെ മറികടക്കുന്ന തരത്തിൽ എക്സ്ചേഞ്ച് റേറ്റിൽ മാറ്റം വന്നിട്ടുണ്ട്. അത് പിടിച്ചു നിർത്തണം, താഴേക്ക് കൊണ്ടുവരണം, 90-ൽ താഴേക്ക് കൊണ്ടുവരണം. ഈ വ്യാപാര കരാർ ഈ കയറ്റുമതി വർധനവിന് കാരണമാവുകയും ഇന്ത്യൻ രൂപയുടെ മൂല്യം പിടിച്ചു നിർത്തുന്ന സാഹചര്യം രൂപപ്പെടുകയും ചെയ്യും. ഇപ്പോഴും ബാക്കിയാവുന്ന ചില പ്രശ്നങ്ങളുണ്ട്. ഇതൊക്കെ ശരിയാണ്, ഇന്ത്യക്ക് ഗുണകരമാണ്, നേട്ടമുണ്ടാവും. പക്ഷെ ഇപ്പോഴും മോദി മൗനം പാലിക്കുന്നു എന്നത് നിർണായകമാണ്. ഇന്ത്യയും അമേരിക്കയും തമ്മിൽ വ്യാപാര കരാറിൽ ഒപ്പിട്ടിട്ടില്ല, ധാരണയിൽ എത്തിയെന്ന് മോദി പറഞ്ഞിട്ടില്ല. കാരണം ചില കാര്യങ്ങളിൽ ട്രംപിന് പിടിവാശിയുണ്ട്.
അതേ പിടിവാശി മോദിക്കുമുണ്ട്. ഇന്നലത്തെ ട്രംപിന്റെ പ്രസ്താവന നോക്കുക. 3 കാര്യങ്ങൾ ട്രംപ് എടുത്തു പറയുന്നു. ഒന്ന്, ഇന്ത്യക്കുള്ള പിഴച്ചുങ്കം 18% താഴ്ത്തി. നല്ല കാര്യം, ഇന്ത്യ അതാണ് കാത്തിരുന്നത്. പകരം 2 കാര്യങ്ങൾ ട്രംപ് അവകാശപ്പെടുന്നുണ്ട്. ഒന്ന്, ഇന്ത്യ ഏതാണ്ട് 500 ബില്യൺ അമേരിക്കൻ ഡോളറിന്റെ ഉൽപ്പന്നങ്ങൾ അമേരിക്കയിൽ നിന്ന് കൊണ്ടുവരുമെന്ന് പറയുന്നു. അതെങ്ങനെ ശരിയാവും എന്നതൊരു ചോദ്യമാണ്. ഇന്ത്യയും അമേരിക്കയും തമ്മിലെ വ്യാപാരത്തിന് ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ ആകെപ്പാടെ ഒരു വർഷം ഇന്ത്യ ഇറക്കുമതി ചെയ്തിരുന്നത് 50 ബില്യന്റെ ഉൽപ്പന്നങ്ങളാണ്. ഈ 50 ബില്യന്റെ ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്ത ഇന്ത്യ 500 ബില്യന്റെ ഉൽപ്പന്നങ്ങൾ ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യും എന്ന് ട്രംപ് പറയുമ്പോൾ അതെങ്ങനെ സാധ്യമാവും എന്ന ചോദ്യം ബാക്കിയാണ്. കൃത്യമായി ട്രംപ് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. 500 ബില്യൺ എന്ന് പറയുന്നത് ഇനി വരാൻ പോകുന്ന 10 വർഷം കൊണ്ടോ 50 വർഷം കൊണ്ടോ ഒക്കെ ആണെങ്കിൽ ഓക്കെ. അല്ല, ട്രംപ് പറയുന്നത് പോലെ ഒരു വർഷം 500 ബില്യന്റെ ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യും എന്ന് പറഞ്ഞാൽ അതെങ്ങനെ ശരിയാവും? അതെങ്ങനെ പ്രായോഗികമാവും? ആദ്യം അഡ്രസ് ചെയ്യേണ്ട പ്രശ്നമാണ്. രണ്ടാമത്തെ പ്രശ്നം, ഇന്ത്യ റഷ്യയുമായുള്ള ഇടപാടുകൾ അവസാനിപ്പിക്കുന്നു എന്നാണ് ട്രംപ് പറയുന്നത്. അതെങ്ങനെ സാധ്യമാവും? ഒരുപക്ഷെ എണ്ണ വാങ്ങുന്നത് അവസാനിപ്പിക്കാം, പകരം അമേരിക്കയിൽ നിന്നും വെനസ്വേലയിൽ നിന്നും വാങ്ങുമെന്നാണ് ട്രംപ് പറയുന്നത്. മനസ്സിലാക്കാൻ കഴിയും, റഷ്യയ്ക്കും മനസ്സിലാക്കാൻ കഴിയും, കാരണം ഇന്ത്യയുടെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. പക്ഷെ ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള വ്യാപാര ബന്ധവും പ്രതിരോധ ഇടപാടുകളും അവസാനിപ്പിക്കാൻ കഴിയുമോ? പറ്റില്ല. ഇന്ത്യൻ പ്രതിരോധ സംവിധാനം, പ്രത്യേകിച്ച് ഇന്ത്യൻ വ്യോമ സുരക്ഷ ഒക്കെ കൃത്യമായി ഉറപ്പാക്കിയിരിക്കുന്ന റഷ്യയാണ്. S-400 റഷ്യയുടേതാണ്. റഷ്യയും ഇന്ത്യയും തമ്മിൽ വ്യാപാര കരാറിന് അപ്പുറത്തേക്ക് പ്രതിരോധ കരാറുണ്ട്. അപ്പൊ വ്യാപാര കരാർ അവസാനിപ്പിച്ച് തൽക്കാലത്തേക്ക് പരിഹാരമുണ്ടാക്കിയാലും ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള പ്രതിരോധ കരാർ അവസാനിപ്പിക്കാൻ കഴിയില്ല. കാരണം പ്രതിരോധ മേഖലയിൽ സഹകരണം തുടരണം. അപ്പോൾ ട്രംപ് പറയുന്നത് പോലെ ഇന്ത്യ അത് തുടർന്നാൽ എന്തായിരിക്കും നിലപാട്? മൂന്നാമത്തെ വിഷയം അതിനേക്കാൾ ഗൗരവമേറിയതാണ്. വ്യാപാര കരാർ എന്ന് പറയുമ്പോൾ ട്രംപിനൊരു പിടിവാശി ഉണ്ടായിരുന്നു. ഇന്ത്യക്ക് ഒരു ആവശ്യവുമില്ലാത്ത കാർഷികോൽപ്പന്നങ്ങൾ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യണം. ചോളവും സോയാബീനും അടക്കമുള്ള ഇന്ത്യക്ക് ആവശ്യത്തിലധികമുണ്ട്, ഇന്ത്യ കയറ്റുമതി ചെയ്യുന്നതാണ്. അമേരിക്ക അവിടെ ജനിതക മാറ്റം വരുത്തി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. അത് ഇന്ത്യക്ക് ആവശ്യമില്ല, അത് നമ്മൾ ഇറക്കുമതി ചെയ്യണം എന്നാണ് അമേരിക്കയുടെ വാശി. അതിന് മോദി സമ്മതിച്ചിട്ടുണ്ടോ? സമ്മതിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ആഭ്യന്തരമായി വലിയ പ്രതിഷേധമുണ്ടാവും, കർഷക കലാപമുണ്ടാവും. ഈ കാര്യങ്ങളിലൊക്കെ വ്യക്തത ഉണ്ടായാൽ മാത്രമേ ഈ കരാർ നടപ്പിലായി എന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയൂ. ഇക്കാര്യങ്ങളിലൊക്കെ വിട്ടുവീഴ്ച ചെയ്യാൻ ട്രംപ് തയ്യാറാണെങ്കിൽ ഇതൊരു ചരിത്രപരമായ നേട്ടമായിരിക്കും. എന്തായാലും ട്രംപിന് പണി കിട്ടുമെന്ന് ഉറപ്പായി. ഇന്ത്യ ബദൽ വഴികളിലൂടെ മുമ്പോട്ട് പോകുന്നു. കൃത്യമായ നീക്കങ്ങൾ ഇന്ത്യ നടത്തുന്നു. തൽക്കാലം ഇന്ത്യൻ വിപണിയെ ബാധിച്ചിട്ടുണ്ടെങ്കിലും ഗൗരവത്തോടെ ഇത് ബാധിക്കില്ല എന്ന് മനസ്സിലായപ്പോൾ ട്രംപ് കീഴടങ്ങി എന്ന നിഗമനത്തിൽ തന്നെ എത്തേണ്ടി വരും.